നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുവാൻ തീരുമാനിച്ച് മോട്ടോർ വാഹന വകുപ്പ്. സ്വന്തം വാഹനവുമായി എത്തുന്നവരുടെ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം. ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കൃത്യമായ രേഖകൾ കൈവശം ഉണ്ടായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒരാളെങ്കിലും എത്തിയാൽ പോലീസ് സംരക്ഷണയോടെ ടെസ്റ്റ് നടത്താനാണ് ശ്രമം. ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും നടത്തുന്ന സമരം തുടരുന്നതിനാൽ ഇന്നും ടെസ്റ്റ് മുടങ്ങാനാണ് സാധ്യത. ടെസ്റ്റ് നടത്തുവാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സംയുക്ത സമരസമിതി. അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ പ്രാദേശിക പൊതുജനാരോഗ്യ സമിതി രൂപീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാത്യു തോമസിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇലൻതട്ട് വിഷയാവതരണം നടത്തി. കമ്മിറ്റി മെമ്പർമാരായി മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ ജെയിൻ വർഗീസ്, ഡോക്ടർ ശ്രീലത ആയുർവേദ മെഡിക്കൽ ഓഫീസർ, ഡോക്ടർ ബിന്ദു ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ, ഡോക്ടർ പ്രീതി മൃഗസംരക്ഷണം, ഫുഡ് സേഫ്റ്റി ഓഫീസർ ശ്രീമതി സമാനത, കൃഷി ഓഫീസർ ശ്രീ ഓമനക്കുട്ടൻ എന്നിവർ അടങ്ങിയ കമ്മിറ്റി നിലവിൽ വന്നു. പകർച്ചവ്യാധി നിയന്ത്രണം, പ്രാദേശിക ശുചിത്വം, ജലസുരക്ഷ, ഭക്ഷ്യസുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിന് സംയുക്ത പ്രവർത്തനം ചിട്ടപ്പെടുത്തുവാൻ തീരുമാനിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറി ഡാമിൽ മുങ്ങി മരിച്ചു. പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മുങ്ങി മരിച്ചത് മഹാരാജാസ് കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറി. മലപ്പുറം സ്വദേശിയും എറണാകുളം മഹാരാജാസ് കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറിയുമായ മുഹമ്മദ് യഹിയയാണ് മുങ്ങി മരിച്ചത്. ഇന്നലെ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ ഇന്നലെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്ന് വീണ്ടും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂട്ടുകാർക്കൊപ്പം പീച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു. മഹാരാജാസിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയാണ്. കാനഡയിൽ മലയാളി യുവതിയെ താമസിക്കുന്ന വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബന്ധുക്കളാണ് ഇക്കാര്യം അറിയിച്ചത്. ചാലക്കുടി സ്വദേശിയായ 30-കാരി ഡോണയാണ് മരിച്ചത്. വീട് പൂട്ടിക്കിടക്കുന്ന വിവരം അറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോണയുടെ ഭർത്താവ് ലാലിനെ കാണാനില്ലെന്നാണ് വിവരം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1.5 വർഷം മുൻപായിരുന്നു ഡോണയുടെ വിവാഹം. പ്രവാസി മലയാളികളുടെ സംഗമമായ ലോക കേരള സഭ ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 351-ലധികം പ്രതിനിധികൾ ലോക കേരള സഭയിൽ പങ്കെടുക്കും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളാണ് ഇത്തവണയും വേദി. സാമ്പത്തിക ധൂർത്താണെന്ന് ആരോപിച്ച് കഴിഞ്ഞ തവണ ലോക കേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. നിലവിലെ നിയമസഭാ അംഗങ്ങൾ, കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ, ഇന്ത്യൻ പൌരത്വമുള്ള പ്രവാസി കേരളീയർ, തിരികെ എത്തിയ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ലോക കേരള സഭയുടെ ഭാഗമാകും. സഭയിൽ അംഗത്വത്തിന് താൽപര്യമുള്ള പ്രവാസി കേരളീയർക്ക് ഏപ്രിൽ 15 വരെ അപേക്ഷിക്കുവാൻ അവസരം നൽകിയിരുന്നു. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ലോക കേരള സഭ ആരംഭിച്ചത്. ഇതുവരെ ലോക കേരള സഭയുടെ 3 സമ്മേളനവും 3 മേഖലാ സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത്. 2019 ദുബായിലും 2022 ലണ്ടനിലും 2023 ന്യൂയോർക്കിലും മേഖലാ സമ്മേളനങ്ങൾ നടന്നു. സൗദിയിലെ ത്വയ്ഫയിൽ നിന്നും 200 കിലോമീറ്റർ അകലെ അൽബഹ മന്തക് നസ്ബയിൽ വാഹനമിടിച്ച് മലപ്പുറം സ്വദേശി നിര്യാതനായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് ചെട്ടിയാർമാട് പറമ്പിൽ അബ്ദുൾ റഷീദാണ് ചൊവ്വാഴ്ച മരിച്ചത്. നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുവാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അൽബഹയിലെ മന്തക് നസ്ബയിൽ വർഷങ്ങളായി മിനി മാർക്കറ്റ് നടത്തിവരികയായിരുന്നു അബ്ദുൾ റഷീദ്.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരായി അതിജീവിത നൽകിയ പരാതിയിൽ പുനരന്വേഷണത്തിന് തുടക്കമായി. പരാതി അന്വേഷിക്കുന്ന ആന്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്ന് അതിജീവിതയിൽ നിന്നും മൊഴിയെടുക്കും. അതിജീവിതയെ ആദ്യം പരിശോധിച്ചതും മൊഴി രേഖപ്പെടുത്തിയതും ഡോക്ടർ പ്രീതിയായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളല്ല ഡോക്ടർ എഴുതിയെടുത്തതെന്നും പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത് എന്നുമായിരുന്നു അതിജീവിതയുടെ പരാതി. പാലക്കാട് കാഞ്ഞിക്കുളത്ത് 67കാരൻ മരിച്ചത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തി. ഉറവിടം പരിശോധിക്കുന്നുണ്ടെന്നും ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും DMO അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.